സഹായിക്കുന്ന നിലപാടാണ്, ഭീകരവാദികളെ സഹായിക്കുന്ന നിലപാടാണ് രാഷ്ട്രീയ വോട്ടിന് വേണ്ടിയിട്ട്. സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിന് പിന്നിലും ചില പ്രതികൾ ഈ ആളുകളുമായി ബന്ധമുള്ളവരാണ്. അതുകൊണ്ടാണ് CPM-ഉം SFIയും ആ കേസിൽ അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത്. PFIയുടെ രാഷ്ട്രീയ മുഖമായിട്ട് കേരളത്തിൽ CPM-ഉം SFIയും DYFIയും മാറുകയാണ്. അഭിമന്യുവിൻ്റെ കൊലക്കേസിലെ സുപ്രധാനമായ വിവരങ്ങൾ എങ്ങനെ നഷ്ടമായി എന്നുള്ളത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം. സ്വന്തം പാർട്ടിയിലെ പട്ടികജാതിക്കാരനായ ഒരു യുവ നേതാവിനെ, വിദ്യാർത്ഥി നേതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ, അതും മതഭീകരവാദികൾ കൊലപ്പെടുത്തിയ കേസിൽ തെളിവ് രേഖകൾ എങ്ങനെ അപ്രത്യക്ഷമായി? ആരാണ് ആ രേഖകൾ കൊണ്ടുപോയത്? എന്താണ് പോലീസ് ഇതുവരെ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്? മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് വ്യക്തമായും ജനങ്ങളോട് പറയണം. മുഖ്യമന്ത്രി ഈ കാര്യത്തിന് ജനങ്ങളോട് മറുപടി പറയണം. നിസ്സാര സംഭവമല്ല കേരളത്തെ സംബന്ധിച്ച്. മതഭീകരവാദികൾക്ക് കോടതി മുറികളിലും പ്രോസിക്യൂഷൻ്റെ ആഫീസുകളിലും കയറി നിരങ്ങാൻ കഴിയുന്ന നിലയിലേക്ക് എങ്ങനെ മാറി എന്നുള്ള കാര്യം CPM-ഉം അതിന് മറുപടി പറയണം. ഈ ബാന്ധവം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അഭിമന്യു കൊല ചെയ്യപ്പെട്ട നിമിഷം മുതൽ ആരംഭിച്ചതാണ് ഈ രഹസ്യമായിട്ടുള്ള ബാന്ധവം. ധാരാളം ആളുകൾ ശ്രീ നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയിൽ ആകൃഷ്ടരായി എല്ലാ സംസ്ഥാനങ്ങളിലും BJP-യിൽ ചേരുകയാണ്. കേരളത്തിലും നിരവധി ആളുകൾ, നേരത്തെ പരിണതപ്രതിജ്ഞനായിട്ടുള്ള ശ്രീ AK ആൻ്റണിയുടെ മകൻ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ ലീഡർ ശ്രീ K കരുണാകരൻ്റെ മകൾ തന്നെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് കേരളത്തിൽ BJP-യുടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിൻ്റെ പതനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ CPM-ൻ്റെ അക്രമത്തെയും മതഭീകരവാദ കൂട്ടുകെട്ടിനെയും അഴിമതിയെയും നേരിടാൻ ഇനി BJP-യും NDA-യും മാത്രമേ അവശേഷിക്കുള്ളൂ എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് രാജ്യമാസകലം അലയടിക്കുന്ന നരേന്ദ്രമോദി തരംഗം അത് കേരളത്തിലും ശക്തമായി ആഞ്ഞടിക്കുമെന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ വിമർശിക്കുന്ന പലരും നാളെ BJP-യിലേക്ക് വരാനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്.